ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ നോക്കിക്കേ, പറമ്പിക്കൂടെ നടന്നപ്പം കാണാതെ പോയ ഒരു മത്തങ്ങയാ, തീർന്നു. ലാസ്റ്റ് പീസ് കിട്ടി. അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ചാറുകറി വെക്കാം. കുഞ്ഞാണ്, എന്നാലും നമുക്ക് ഒരു കറി ഉണ്ടാക്കാവേ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായത് കൊണ്ട് നമുക്ക് സ്കിന്നൊന്നും കളയണ്ട. പക്ഷെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ സ്കിന്നൊക്കെ കളയണം കേട്ടോ. ഇത് വിഷമൊന്നും വളമൊന്നും ചെയ്യാത്തല്ലേ. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. ദാ ഈ മത്തൻ ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് മുറിച്ച് നോക്കാം. ഞാനൊന്ന് മുറിച്ച് പോലും നോക്കിയില്ലായിരുന്നേ. ലാസ്റ്റ് കിട്ടിയ സാധനമല്ലേ. ഓ, നല്ല വിളഞ്ഞതാ കേട്ടോ. ലാസ്റ്റ് പീസായതുകൊണ്ടായിരിക്കുവേ. ഇതിനകത്തൊന്നുമില്ല, കുരുവൊന്നുമില്ല. എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം. മുഴുവൻ എടുക്കണ്ട. നമ്മുടെ മത്തങ്ങ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു കറിയും കൂടെ വയ്ക്കാനുള്ളതുണ്ട്. ഇപ്പം നമുക്കൊരു കറിക്ക് ഇത് മതിയേ. ഇതാ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വിളഞ്ഞ മത്തങ്ങയാണ്. ഇതിപ്പോൾ ഞാൻ മത്തങ്ങയുടെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും പരിപ്പും ചേർക്കുന്നില്ല, പയറും ചേർക്കുന്നില്ല, ഒന്നുമില്ല കേട്ടോ. നമ്മുടെ മത്തങ്ങ ആ യഥാർത്ഥ രുചിയിൽ നമുക്കൊന്ന് കഴിക്കാം. ഇതാ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടണം. ഞാൻ 3 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു 8-10 ചെറിയുള്ളി അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില, പാകത്തിന് വെള്ളം, മത്തങ്ങ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ മത്തങ്ങ ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ. മൂടി വെച്ച് വേവിച്ചെടുക്കും. നമുക്ക് ഇനി ഒരു അരപ്പ് വേണേ. നമ്മുടെ മത്തങ്ങയ്ക്ക് ഒരു മുറി തേങ്ങ എടുത്തു, ഒരു പിഞ്ച് ജീരകം എടുത്ത്, ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി എടുത്ത് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ. ഇതാ മത്തനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഷ്ണങ്ങളൊക്കെ നമുക്ക് ഉടച്ചു കൊടുക്കാം, കുറച്ചൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇതാ നമ്മൾ അരച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. നമുക്ക് വീട്ടിലേക്ക് എന്തുമാത്രം ആവശ്യമുണ്ടോ അത്രയും കറി എടുക്കണം. അപ്പം അതിനനുസരിച്ച് തേങ്ങയുടെ അളവും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നോട്ടെ. ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കും. കറി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് ഒന്ന് കടുക് താളിച്ച് കൊടുക്കണേ. പാൻ ഒന്ന് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി ചൂടായിട്ടുണ്ട്. അരപ്പ് തിളച്ച് പോകരുത്. ചെറുതായിട്ട് ചൂടായി ഇങ്ങനെ തുള്ളി വരുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ. നമുക്ക് ചെറിയുള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാവേ. അതിലേക്ക് ഒരു പിഞ്ച് മുളക്, കാശ്മീർ മുളക് പൊടിയാണ്, ഒരു ഇച്ചിരി കാശ്മീരി. ഇനി നമ്മുടെ കറിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചേക്കാം. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി നാടൻ മത്തങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്പം നല്ല പോലെ വിളഞ്ഞ് ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ നടക്കുമ്പോൾ ഒക്കെ കിട്ടുന്നതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതോ ഒക്കെ ആയിട്ടുള്ള മൂത്ത മത്തങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതിനകത്ത് ഞാൻ പുളി അങ്ങനത്തെ ഒരു സാധനവും ചേർത്തിട്ടില്ല. അത് നമ്മുടെ ആ മത്തൻ്റെ നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലർ തക്കാളിയൊക്കെ ചേർക്കും. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സൂപ്പർ കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.